ഹായ് ഡിയേഴ്സ്, ഓണം സീരീസിൽ ഇന്ന് 2 റെസിപ്പീസ് നമുക്ക് പരിചയപ്പെടാം. ഓണസദ്യയ്ക്ക് ഒരു വറുവൽ ആവശ്യമാണല്ലോ. നമുക്കിന്ന് വഴുതിരിങ്ങ വറുക്കാം. അതിന് 3 വഴുതിരിങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഈ വഴുതിരിങ്ങ വെച്ച് തന്നെയാണ് അടുത്ത റെസിപ്പിയും. അതിന് വഴുതിരിങ്ങ ഈ തിക്നെസ്സിൽ നമുക്ക് മുറിച്ചെടുക്കേണ്ടതുണ്ട്. ഈ ആദ്യം മുറിച്ചത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് 3 എണ്ണവും മുറിക്കാം. രണ്ടാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മറുനാടൻ റെസിപ്പിയാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളതെന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഇത്ര വഴുതിരിങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അല്പം എണ്ണ കൂടി, വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൂടി ഒഴിച്ച് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാനിൽ എണ്ണ ചൂടാക്കാം. ചൂടായ ശേഷം മാത്രം നമുക്ക് വട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതിരിങ്ങ നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ സാധാരണ വഴുതിരിങ്ങ വറുക്കുന്ന അതേ രീതിയിൽ തന്നെ തിരിച്ചും മറിച്ചുമിട്ട്, ഒരുപാട് ക്രിസ്പി ഒന്നും ആവില്ല, കാരണം നമ്മൾ അരിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പിയായി വറുത്തെടുക്കാം. നമുക്ക് ഈ പാകമാവുമ്പോൾ എല്ലാം വറുത്ത് കോരാം. ഒരു ട്രിപ്പ് കൂടെ നമുക്ക് ഇതേപോലെ വഴുതിരിങ്ങ വറുത്തെടുക്കാം. തിരിച്ചും മറിച്ചുമിട്ട് നേരത്തെ വറുത്ത അതേപോലെ വറുത്തെടുക്കാം. ഇനി ഇത് വെച്ച് നമുക്ക് ഊണ് കഴിച്ചാലോ? ഒരല്പം രസമൊക്കെ ഒഴിച്ച് കുറച്ച് വഴുതിരിങ്ങ വറുത്തതെല്ലാം ഇട്ട് കുഴച്ച് ഒരു പിടി പിടിക്കാം. ഇനി അടുത്ത റെസിപ്പിക്കായിട്ട് കുറച്ച് വഴുതിരിങ്ങ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 2 മുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി മിക്സ് ചെയ്ത് നേരത്തെ വഴുതിരിങ്ങ വറുത്ത അതേ രീതിയിൽ ആ മുളകും ചേർത്ത് വറുത്തെടുക്കാം. മുളക് പെട്ടെന്ന് വേവും, അതുകൊണ്ട് അത് വറുത്ത ശേഷം നമുക്കതിനെടുത്ത് മാറ്റാം. ഇനി ആ വഴുതിരിങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇടാം. നമ്മുടെ എല്ലാ വഴുതിരിങ്ങയും ആ പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇതാ നമ്മുടെ മുളകും വഴുതിരിങ്ങയും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് തൈരെടുത്ത് സ്പൂൺ വെച്ച് ഉടച്ച ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പിടണം. പിന്നെ നമ്മൾ വറുത്ത് വെച്ച വഴുതിരിങ്ങയും മുളകും ഇട്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് 1 നുള്ളു ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 പിടി മുറിച്ച ചെറിയുള്ളി, കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ചുവക്കെ വറുക്കണം. അതിലേക്ക് ഒരു കളർ കിട്ടാനായി 1/4 ടീസ്പൂൺ മുളക് പൊടിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുക്കുക. ഇതിനെ നമ്മുടെ തൈരും വഴുതിരിങ്ങയും ചേർത്ത് ആ മിക്സിലേക്ക് ഒഴിച്ച് ചെറുതായി ഒന്ന് ഇളക്കി മൂടി വയ്ക്കണം. കുറച്ച് സമയത്തിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കറി ഒഴിച്ചു. നല്ല കൊഴുപ്പുള്ള കറിയായിട്ടുണ്ട്. വഴുതിരിങ്ങയും നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നല്ലപോലെ കുഴച്ച് നമുക്കൊരു പിടി പിടിക്കാം. നിങ്ങളും ഈ ഓണത്തിന് ഈ കറികളൊന്നും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഡിയേഴ്സ്.